സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി പദത്തിൽ തൽക്കാലം ആർക്കും ചുമതല നൽകാതെ പകരം പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ നിയമിച്ചത് പാർട്ടിയുടെ ഗതികേട് കൊണ്ടാണ്. അത്രയ്ക്ക് വിഭാഗീയതയാണ് CPM നേതൃത്വത്തിലുള്ളത്. 24ാം പാർട്ടി കോൺഗ്രസ് വരെയാണ് കാരാട്ടിന്റെ നിയമനം. സ്ഥിരം ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കാമെന്ന നിലപാടാണ് പല അംഗങ്ങളും PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും എടുത്തത്. ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. അതുവരെയുള്ള ദൈനംദിന കാര്യങ്ങളുടെയും പാർട്ടി കോൺഗ്രസിന് ആവശ്യമായ തയ്യാറെടുപ്പുകളുടെയും ചുമതല PB അംഗങ്ങളുടെ മേൽനോട്ട ചുമതലയാണ് പ്രകാശ് കാരാട്ടിന് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ 3 ടൈം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണം. പ്രകാശ് കാരാട്ടിനോ ബൃന്ദ കാരാട്ടിനോ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എന്ന ചുമതല നൽകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് MA ബേബിക്കായിരിക്കണം ചുമതല നൽകാൻ. 75 എന്ന പ്രായപരിധി കടക്കാത്ത സീനിയർ നേതാക്കളിൽ ഒരാളാണ് MA ബേബി. ഇതിനിടയിൽ ബേബിയുടെയും വിജയരാഘവന്റെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു. ബേബിക്കെതിരെയുള്ള ചെക്കായിട്ടാണ് വിജയരാഘവന്റെ പേര് ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും നിലപാട് നിർണായകമാണ് ഇക്കാര്യത്തിൽ. എന്നാൽ ബേബിയുടെ കാര്യത്തിൽ ഒരുമിച്ചുള്ള നീക്കം നടക്കാൻ സാധ്യതയില്ല. പിണറായി ഉൾപ്പെടെ ഉള്ളവർക്ക് ബേബി അനഭിമതനാണ്. അങ്ങനെ ഒരു തർക്കം മൂത്തത് കൊണ്ടാണ് ഇപ്പോൾ കാരാട്ടിനെ കോർഡിനേറ്റർ ആക്കിയത്. ഇത് CPMന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതുവരെയും ഇങ്ങനെ ഒരു പോസ്റ്റും ചുമതലക്കാരനും ഉണ്ടായിട്ടേയില്ല.